ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. നോമ്പിന് ഇതുവരെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ വീഡിയോ ഒന്നുമില്ല, ഫുള്ള് മോട്ടിവേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എനിക്കിങ്ങനെ തോന്നിയൊരു കുഞ്ഞു വീഡിയോ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇടാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഒരാളിവിടെ ഫോൺ നോക്കിയിരിക്കുകയാണ് അടുക്കളയിൽ. ഭക്ഷണം പാകം ചെയ്യാണ് പറഞ്ഞാൽ ഫുള്ള് ഫോൺ നോക്കിയിരിക്കുകയാണ്. ഇന്നെന്താണ് സ്പെഷ്യല്? തേങ്ങ അരച്ച ചട്ടിനിയോ? ചിക്കൻ കറിയും പത്തിരിയാ? എന്താടാ? പിന്നെന്താ? എനിക്കറിയില്ലട്ടോ. എന്ത് ഇത് എവിടെയും വെച്ചിട്ടുണ്ടാവും, ഞാൻ എങ്ങനെ അറിയുന്നു? അത് തന്നെയൊക്കെ ഇത് ഞാൻ മാറ്റിയിട്ടില്ല. ഇതാണ് നല്ല വറുത്തരച്ച ചിക്കൻ കറി വെക്കണം. തേങ്ങ, ജീരകം, കറിവേപ്പില, ഉള്ളി ഒക്കെ ഉള്ളത്. അപ്പൊ പത്തിരി വരും. ഇന്ന് എണ്ണക്കടിയൊന്നും ഇല്ലട്ടില്ല, ഇന്ന് എണ്ണക്കടിയൊന്നും ഇല്ല. എന്താ പാണ്ട്? പിന്നെ എവിടെയാണ്? അപ്പൊ എനിക്ക് വേറെ ഉപ്പായല്ലേ? വേറെ ഇന്നത്തെ കാലത്ത് പിന്നൊക്കെ കുത്തിങ്ങാണ്ട് പോണ ആരെങ്കിലും ഉണ്ടാവും? അതന്നെ വേണമെന്ന് പറഞ്ഞപ്പോ എന്താ? എത്ര ഷർട്ട് ഉണ്ട് എനിക്ക്? ഞാൻ പിന്നെ പള്ളമ്മ കുത്തട്ടെ കേട്ടോ. ഗേസ്, ഇവന് ഷർട്ട് ഇല്ലാന്ന് വിചാരിച്ചു എല്ലാരും. പിന്നൊക്കെ കുത്തിങ്ങാണ്ട് പോവാണ് പള്ളിക്കൊക്കെ. ചിക്കൻ കറി എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല. 2 ചിക്കനും കൂടുതൽ കിഴങ്ങും. ഏതാ ഐഡിയ അല്ലേ? എന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി പറഞ്ഞിട്ട് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഇത് പറ്റിക്കൽ പരിപാടിയാണ്. ചിക്കൻ കറി എന്നുള്ള പേരും പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാം. അതെ, പത്തിരിക്ക് കറി വേണം. പിന്നെ ഏശാക്ക് എന്തെങ്കിലും കഴിക്കുമ്പോൾ കഞ്ഞിയോ ചോറോ കഴിക്കണം, അയക്ക് വേണം. പിന്നെ പൊരിച്ചക്ക് അത്താഴത്തിന് വേണം. ഒക്കെ കാട്ടിക്കൂട്ടുണ്ടായിരുന്നു. ഒക്കെ അത് എത്തിക്കൂടണ്ടേ? ഡെയിലി ചിക്കൻ 1, 2, 3 കിലോ വാങ്ങേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. മണത്തിന് പേരിന് 2 പീസ് ഇടുക. പേരിന് ചിക്കൻ കറി അല്ലേ? ആ പേരിന് എന്ത് പേരാണ്? ചിക്കൻ കറി എന്നല്ലേ പേര്? അല്ലാതെ കിഴങ്ങ് കറി എന്നല്ലല്ലോ. കണ്ണി കണ്ട വെള്ളം ഇവിടുത്തെ പാരുന്നുണ്ടോ? ജഗ്ഗിലാക്കി വെക്കുന്നതാണ്. കണ്ണി കണ്ട വെള്ളമല്ല, ആ ജഗ്ഗത്തെ വെള്ളമാണ് പാരുക. അങ്ങനെ ഓരോ ഗ്ലാസ് കൊണ്ട് പോയി മുക്കി പോരണ്ടോ കഴിഞ്ഞിട്ട് ജഗ്ഗിൽ കൊണ്ടുവെക്കുക. മനസ്സിലായോ? ശരിക്കും നോമ്പിന് നമ്മള് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേ ഈ ഉപ്പ് നോക്കല്, എരി നോക്കലൊക്കെ ചെയ്താൽ നോമ്പ് അറിയില്ലേ? ഞാൻ കുറച്ച് കൂടുതൽ നോക്കിയ പോലെ എന്നാ വിഷമം മാറും, നോമ്പിന് നോമ്പും കിട്ടും. ഏതാ നിങ്ങളൊക്കെ ഐഡിയ? നോമ്പ് മുറിയില്ലാന്ന് പറഞ്ഞാണ്ട്
തട്ടുക ഞാൻ നോക്കലില്ല. ഏതായാലും ഇപ്പൊ നാവുമ്മ തട്ടുമ്പോ തലച്ചോറ്റക്ക് എത്തുമ്പോഴാണല്ലോ ഇപ്പൊ നമ്മളത് അറിയണത്. ഞാൻ നോക്കലില്ല. ഞാൻ ബാങ്ക് കൊടുത്ത് നമ്മള് നോമ്പ് തുറന്നിട്ട് നോക്കുമ്പോ നോമ്പുള്ളപ്പോ അപ്പൊ വെള്ളം കലക്കണ എങ്ങനെ മധുരം ഉണ്ടോന്ന് അറിയാം. അത് പറയും മണത്ത് നോക്കിയാ മധുരം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് പഞ്ചസാരന്റെ ആവശ്യമില്ലല്ലോ. മണത്ത് നോക്കിയാല് മധുരത്തിനൊരു സ്മെല്ലുണ്ട്, അതറിയില്ല. അങ്ങനെ ഉണ്ടോ? ആ സ്മെല്ല് അറിയാം, അത് ഞങ്ങൾക്ക് അറിയുന്നൊക്കൊന്നും അറിയില്ല. അത് വയലില് എവിടെയെങ്കിലും ഒന്ന് മോലിയരോട് പറയാൻ പറഞ്ഞു. മോലിയരോട് എല്ലാവരോടും വേണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. മണത്ത് നോക്കി സ്മെല്ല് അറിഞ്ഞാല് രുചിയുണ്ടോ മധുരമുണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയത്ര ഗേസ്. നിങ്ങൾക്കായിരിക്കും അറിയാൻ കഴിയും അങ്ങനെ? നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങൾ പറയണ കാര്യമാണ് ഇപ്പത്. അവര് മധുരം ഉണ്ടെന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കി തരും ചെയ്യും, നമ്മളത് കുടിക്കുകയും ചെയ്യും. പക്ഷെ അവര് നല്ലോണം ടേസ്റ്റ് നോക്കാത്തപ്പോൾ അത് അങ്ങോട്ട് എത്തൂരല്ലോ മേശപ്പുറത്തൊക്കെ. ഞാൻ ടേസ്റ്റ് നോക്കുന്നില്ല. നിങ്ങൾ പറയലില്ല ചിലപ്പോ ഇതിലെന്തോ ഒരു കുറവുണ്ട്, ഇതിലെന്തോ ഒരു കമ്മി വന്നിട്ടൊക്കെ പറയില്ല. അപ്പൊ അതാണ്, അപ്പൊ അതിന്റെ കുറവാണേ, അല്ലാതെ ടേസ്റ്റ് നോക്കി ഉണ്ടാക്കുമ്പോ കുറവ് വരില്ല. ഇതെന്തിനാണ് ചെറിയ ഉള്ളി? എന്തായാലും പഠിച്ചോ കാക്കട്ടെ. അവസാനം നമ്മളുടെ ചിക്കൻ കറി എന്താ ചെയ്യണ പറഞ്ഞു? താളിപ്പ്. ചിക്കൻ കറി താളിക്കേ, തൂമിക്ക. നമ്മളെ മലപ്പുറം ജില്ലയിൽ അങ്ങനെയാണ് പറയുക, തൂമിക്ക. താളിക്കല്ല, താളിക്കറി നമ്മള് മറ്റേ ചീര താളിക്ക, മുരിങ്ങ താളിക്ക, അങ്ങനെ പറയാം. ഇതിന് തൂമിക്ക. അത് പാലക്കാടല്ലേ, അവിടെ അതിനൊക്കെ വേറെ വിപരീതമാണ്. അവിടെ ഇങ്ങനെ ഭാഷ, അവിടുത്തെ ഭാഷയായിട്ടാ തന്നെ നമ്മൾ തരമണ്ടക്ക് അടിക്കാൻ തോന്നും. എന്താ പറയാ? കജ്ജ്. മലയാള ഭാഷയുടെ രചയിതാവിന്റെ നാട് എവിടെയാണ്? പിന്നെ പൊട്ടന്മാര് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറംകാര് വന്നിട്ട് പാലക്കാടാണ് അച്ചടി ഭാഷ, മനസ്സിലായി? ഈ ഉള്ളിയും എവിടെ കറി ഏകദേശം റെഡി ആയിട്ടോ. ഇത് തന്നെയാണ് പറഞ്ഞത്. കറി കാണുമ്പോൾ അതൊരു ഭംഗിയായില്ലേ ഇപ്പൊ കറി? അതിനാണ് ഭംഗി തന്നെ ഉണ്ടാവുള്ളൂ, ബാക്കി നമുക്ക് അപ്പം അറിയാലോ. ഭംഗി മാത്രാണ്. ചിക്കൻ കാണുന്നില്ലല്ലോ, വെറും കിഴങ്ങാണ്. കണ്ടു 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 കണ്ടു. പറ്റിച്ചിട്ടൊന്നും എന്റെ ആവശ്യത്തിനൊക്കെ ഇട്ടിക്കണെന്ന് തോന്നുന്നുണ്ട്. അല്ല, തോരെത്തണ്ട, പൈനാപ്പിൾ നമുക്ക് അങ്ങനെ കഴിക്കാം. തോരൊന്നും എത്തണ്ട. മാങ്ങ വേണമെങ്കിൽ തോരെത്താതെ ഇടാം, പക്ഷെ പൈനാപ്പിളും തോരെത്തണോ ചോദിച്ചതേ മുഴുവല്ലേ. പാലക്കാടൊക്കെ അങ്ങനെ തിന്നല്? ഞാനേ അതല്ല ഉദ്ദേശിച്ചത്, കവി ഉദ്ദേശിച്ചത് വേറെയാണ്. പകുതി മതി. കഴിക്കാം, വെക്കൂലേ, തിന്നാൻ വെക്കൂല സമയത്ത് ഒക്കെ കാണുന്ന ആഗ്രഹമുണ്ട്, കുറേ കാലം കാണുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ആ സമയം ഒന്നും പൂർത്തിയാക്കി. അതങ്ങനെ തന്നെയാണ്. നമ്മൾ വയറ് ഫുള്ള് കാലിയായി കിടക്കല്ലേ. വയറ് കാലിയായി കിടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഫുള്ള് നിറഞ്ഞ മാതിരിയാവും. എനിക്ക് പക്ഷെ ചോറ് കഴിക്കാൻ ഇഷ്ടം, നല്ല വെറും ചോറും മീൻകറി അല്ലേ, രസമാണ്. അതിൻ്റെ പപ്പടം. ആഗ്രഹങ്ങൾ പലതുമുണ്ട്. അത് നോമ്പുണ്ടാവുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും, വൈകുന്നേരത്ത് അങ്ങനെ തിന്നണം ഇങ്ങനെ തിന്നണം എന്നൊക്കെ. പക്ഷെ ആ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ആ നാരങ്ങ വെള്ളം കുടിച്ചാൽ തന്നെ വയറ് ഫുള്ളായി. പിന്നെന്താ, തേങ്ങ അരക്കിയില്ലേ?
അത് ഫോണിന്റെ ക്ലിയർ അല്ല, എന്റെ ഗ്ലാമർ കൊണ്ടാണ്. പുറത്തിറങ്ങണ്ട, ഏത് ചേച്ചി ഫോണിന്റെ ക്ലിയർ ആണോ? പുറത്തിറങ്ങണ്ട. ആ പുറത്തിറങ്ങിയ പോവും. ഗ്ലാമറോടെ ആരെങ്കിലും കത്തിക്കും. മാങ്ങ ഏതാണിത്? മാങ്ങ ഇതോ? ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല നേരത്തെ. നീല മാങ്ങ. നീലം മാങ്ങ നല്ല മധുരം ഉണ്ടാവും. ഇപ്പൊ മാങ്ങന്റെ സീസൺ അല്ലേ? എവിടെയൊക്കെ ഉണ്ട്, നമുക്ക് മാത്രല്ല. നമുക്ക് മൂച്ചിമ്മ മാങ്ങ ഉണ്ടാവുന്നുണ്ടല്ലോ. നമ്മളതിമ ഉണ്ടാവണൊക്കെ ഉണ്ട് കേട്ടോ. അതെ കുറച്ച് മല്ലികല്ലേ, നാംഡോക്മായിയാണ്. അത് പൂവിട്ട് ഞാൻ 2 ദിവസം വെള്ളം ഒഴിക്കാതിരുന്ന ഒന്ന് കരിഞ്ഞോന്ന് സംശയമുണ്ട്. ചെന്നോ കേട്ടില്ല. പിന്നെ മഴച്ചാറില്ല, മഴക്കാറ്റിൽ നമുക്ക് വെറൈറ്റി ആക്കി തരട്ടെ. ഇതെന്താ സംഭവം? ഇടുമ്പോ കണ്ടു. ഉപ്പും മുളകും പൊടി ഇടേ നോമ്പുറക്കുമ്പോക്കോ? പണിയാവോ? രസമൊക്കെ ഉണ്ടാവും. അപ്പൊ തിന്നുമ്പോ രസം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോ പണിയാവോന്ന് ഞാൻ ചോദിച്ചേ. ബാത്റൂമിൽ ഓടേണ്ടി വരുമെന്ന് ചോദിച്ചു. കണ്ടപ്പോ ഇങ്ങനെ മുളക് പൊടി ഉപ്പിട്ട് ഉണ്ടാക്കും. നമുക്ക് വേണമെങ്കിൽ 2 ദിവസം മാറ്റത് വേണം. ഇനി മാറ്റണ്ട, ഞാൻ അങ്ങനെ തന്നെ വെച്ചോളാം. കുറച്ചിട്ടാ മതി, കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ആകെ കൂടിയിട്ടൊന്നുമില്ല, ആവശ്യത്തിന് മതി. വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് അതന്നെ നല്ലത്. കലക്കിയ വെള്ളം കുറച്ച് മതി. നമുക്ക് പച്ചത്തണ്ണി കുടിക്കാം. അത് ആ സമയത്തൊക്കെ തണുപ്പ് ക്ലിയർ ആവും. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഗേസ്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്കും ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.